നമസ്കാരം. ആപ്പിന്റെ തലയിൽ തന്നെ ആപ്പടിച്ചുകൊണ്ട് BJP രാഷ്ട്രീയ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയിലെ 10 രാജ്യസഭാ എംപിമാരിൽ 7 പേരും BJPയിൽ ചേർന്നു. മണ്ഡല പുനർനിർണയ ബില്ലിൽ BJPക്ക് പാർലമെന്റിലുണ്ടായ പരാജയം ഞെട്ടിക്കുന്നതായിരുന്നു. അത് മറികടക്കുന്നതിന് ഭാവിയിൽ ഏതെങ്കിലും ബില്ലുകൾ അവതരിപ്പിച്ചാൽ മറികടക്കുന്നതിനുള്ള നീക്കങ്ങൾ BJP അപ്പോഴേ തുടങ്ങി. അതിന്റെ പരിണിത ഫലമാണ് രാജ്യസഭയിൽ ഇപ്പോൾ കണ്ടത്. ആം ആദ്മി പാർട്ടി വിമത വിഭാഗ നേതാവായ രാഘവ് ഛദ്ദയുടെ നേതൃത്വത്തിൽ നടന്ന ഈ നീക്കം ആപ്പിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പത്രസമ്മേളനം വിളിക്കുമ്പോൾ ആരെന്നോ എന്തെന്നോ അറിയിക്കാതെ ഒരു പത്രസമ്മേളനം, വളരെ പ്രധാനപ്പെട്ട ഒരു പത്രസമ്മേളനം എന്ന രീതിയിൽ മാത്രം അറിയിപ്പ് നൽകിക്കൊണ്ട് വിളിച്ചു ചേർത്ത ആ പത്രസമ്മേളനത്തിൽ വെച്ചാണ് 7 പേർ BJPയിലേക്ക് മാറിയത് പ്രഖ്യാപിച്ചത്. ആം ആദ്മിക്ക് രാജ്യസഭയിലുള്ള 10 അംഗങ്ങളിൽ 7 പേരും ഒന്നിച്ചു മാറിയതുകൊണ്ട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ നടക്കില്ല. കാരണം 2 അംഗങ്ങൾ ഒന്നിച്ചു മാറിയാൽ അത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല. 245 അംഗ രാജ്യസഭയിൽ BJPയുടെ അംഗബലം ഇപ്പോൾ 106 ആണ്. ആം ആദ്മി പാർട്ടി കൂടി എത്തിച്ചേരുമ്പോൾ, ഈ വിമത വിഭാഗം കൂടി എത്തിച്ചേരുമ്പോൾ അംഗങ്ങളുടെ എണ്ണം 113 ആയി. ഇനി കേവല ഭൂരിപക്ഷത്തിന് രാജ്യസഭയിൽ 10 അംഗങ്ങളുടെ ആവശ്യം മാത്രമേ BJPക്ക് വരുന്നുള്ളൂ. ഭാവിയിലെ ബില്ലുകൾക്ക് ഇത് വളരെ ഗുണകരമാകും. രാജ്യസഭയിൽ AAPയുടെ പ്രാതിനിധ്യം വെറും 3 അംഗങ്ങളായി ചുരുങ്ങിയിരിക്കുകയാണ്. AAPയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ രാഘവ് ഛദ്ദ, മുൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്, ഡൽഹി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും ആദ്യകാലം മുതലുള്ള നേതാവുമായ സ്വാതി മാലിവാൾ, പാർട്ടിയുടെ തന്ത്രജ്ഞനും IIT ഡൽഹി പ്രൊഫസറുമായ സന്ദീപ് പാഠക്, ലവ്ലി പ്രൊഫഷണൽ സർവകലാശാല ചാൻസലർ അശോക് മിത്തൽ, സംരംഭകനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ വിക്രം സാഹ്നി, വ്യവസായിയും ട്രെഡന്റ് ഗ്രൂപ്പ് സ്ഥാപകനുമായ രജീന്ദർ ഗുപ്ത എന്നിവരാണ് പാർട്ടി വിട്ടത്. ഇതിൽ രാഘവ് ഛദ്ദയും സ്വാതി മാലിവാളും പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു. ഈ മാസം 2-ാം തീയതി രാഘവ് ഛദ്ദയെ രാജ്യസഭ പാർട്ടി ഉപനേതാവിന്റെ പദവിയിൽ നിന്ന് മാറ്റിയിരുന്നു. അന്നേ BJPയുമായി അടുപ്പം പുലർത്തിയിരുന്നു രാഘവ് ഛദ്ദ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് BJP നേതൃത്വത്തിന് എതിരെയുള്ള പോസ്റ്റുകളും കമന്റുകളും മാറ്റിയതോടുകൂടി ഈ അപകടം AAP മണത്തിരുന്നു. എന്നാൽ രാഘവ് ഛദ്ദയ്ക്ക് പകരം ഉപനേതാവായി നിയമിച്ച അശോക് മിത്തലും ഇപ്പോൾ കൂറുമാറിയവരിലുണ്ട്. അത് AAPക്ക് വൻ തിരിച്ചടിയാകുന്നു. അഴിമതിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി വൻ ജനപിന്തുണയോടുകൂടി ഡൽഹിയിൽ അധികാരത്തിലേറിയ ആം ആദ്മി പാർട്ടി, അരവിന്ദ് കെജ്രിവാൾ, പിന്നീട് നമ്മൾ കാണുന്നത് അഴിമതി നിരോധന വകുപ്പ് നിയമപ്രകാരം അകത്താകുന്നതാണ്, ജയിലിൽ. പിന്നീട് കാണുന്നത് ആം ആദ്മിയുടെ വൻ പതനമാണ്. ഇപ്പോൾ പഞ്ചാബിൽ ഭരണത്തിലുണ്ട്. ഭാവിയിൽ അതും കൈവിട്ടു പോകും എന്ന് തന്നെ ആം ആദ്മി പാർട്ടി ഭയക്കുന്നു. എന്തായാലും ഈ നീക്കത്തോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ആം ആദ്മി എന്ന പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് അസ്തമിച്ചേക്കാം. BJPയുടെ ഏക പാർട്ടി എന്ന നയം ഇനി നടപ്പിലായേക്കാം. കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.